സീറ്റ് ലഭിക്കാത്തതിന് പിന്നാലെ ജനതാദൾ എസിൽ പൊട്ടിത്തെറി. സംസ്ഥാന നേതൃയോഗത്തിൽ രൂക്ഷ വിമർശനമുയർന്നു. LDF വിടണമെന്ന ആവശ്യവും യോഗത്തിലുണ്ടായി. ജോസ് തെറ്റയിൽ വിഭാഗമാണ് പ്രതിഷേധവുമായി രംഗത്തെത്തിയത്. അതേസമയം സീറ്റ് ലഭിക്കാത്തതിലുള്ള അമർഷം മുന്നണി യോഗത്തിൽ അറിയിച്ചതായി മന്ത്രി കെ കൃഷ്ണൻകുട്ടി വ്യക്തമാക്കി. VV അരുൺ ചേരുന്നു. അതിനു മുൻപ് കൃഷ്ണൻകുട്ടിയുടെ പ്രതികരണം. അവർക്ക് വിഷമം പ്രയാസമൊക്കെ ഉണ്ട്. പക്ഷെ എന്നാലും ഇപ്പോൾ ഫാസിസ്റ്റ് ശക്തികൾ അധികാരത്തിൽ വരാതിരിക്കാൻ വേണ്ടി ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയെ ശക്തിപ്പെടുത്താനും അതിനുവേണ്ടി പ്രവർത്തിക്കാനും 20 മണ്ഡലങ്ങളിലും നമ്മുടെ പാർട്ടി പ്രവർത്തകന്മാർ ശക്തിയായി ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ വിജയത്തിന് വേണ്ടി പ്രവർത്തിക്കും. VV അരുൺ ചേരുന്നു. അരുൺ, വലിയൊരു പൊട്ടിത്തെറി തന്നെയാണോ ജനതാദൾ എസിൽ ഉണ്ടായിരിക്കുന്നത്? എന്താണ് നേതാക്കളുടെ തീരുമാനം? ഇനി എങ്ങനെ മുമ്പോട്ട് പോകാമെന്നാണ് ജനതാദൾ എസിലെ തീരുമാനം? ധന്യ, ഉൾപാർട്ടി പ്രശ്നങ്ങളുടെ ഭാഗമായുള്ള തർക്കമായി മാത്രം ഇതിനെ തൽക്കാലം കണ്ടാൽ മതി എന്നാണ് CPM-ന്റെ വിലയിരുത്തൽ. അങ്ങനെ തന്നെയാണ് കെ കൃഷ്ണൻകുട്ടി വിഭാഗവും ഈ കാര്യത്തെ പറ്റി പറയുന്നത്. പാർട്ടി യോഗത്തിൽ വലിയ വിമർശനം ഉയർന്നു. മുന്നണി വിടണമെന്ന ആവശ്യം പോലും ഉയർന്നു വന്നു. നേരത്തെ എറണാകുളത്ത് ചേർന്ന യോഗത്തിലും ഇക്കാര്യം തന്നെയാണ് ചർച്ചയായത്. സീറ്റ് ലഭിച്ചില്ലെങ്കിൽ മുന്നണി വിടണം, അല്ലെങ്കിൽ സൗഹൃദ മത്സരം എന്ന രീതിയിൽ 5 മണ്ഡലങ്ങളിലെങ്കിലും സ്ഥാനാർത്ഥികളെ നിർത്തി മത്സരിപ്പിക്കണം. ഈ ആവശ്യം ഉയർന്നു വന്നിരുന്നു. ഇന്ന് നേതൃയോഗത്തിലും സമാന വികാരം തന്നെയാണ് ഉയർന്നത്. പക്ഷേ അതിന്റെ യോഗത്തിന്റെ അവസാനം മുന്നണിയുടെ നല്ല താല്പര്യം നിലനിർത്താൻ, അല്ലെങ്കിൽ മുന്നണിയുടെ മുന്നോട്ട് പോക്ക് മാത്രം ലക്ഷ്യം വെച്ചുകൊണ്ട് മുന്നണിക്ക് വേണ്ടി ഒരുമിച്ച് പ്രവർത്തിക്കാനുള്ള തീരുമാനം യോഗത്തിലുണ്ടായത്. അത് തന്നെയാണ് പിന്നീട് മന്ത്രി കെ കൃഷ്ണൻകുട്ടി മാധ്യമങ്ങളോട് പറഞ്ഞതും. ഈ തങ്ങളുടെ പാർട്ടിയുടെ വികാരം ഇടതുമുന്നണി നേതൃയോഗത്തെ അറിയിച്ചിട്ടുണ്ട്. അത് നേതൃയോഗത്തിന് ശേഷവും മന്ത്രി വ്യക്തമാക്കിയതാണ്. കാര്യമായ പാർട്ടിക്കുള്ളിൽ വലിയ പ്രശ്നമുണ്ടെങ്കിലും ഇത് കാര്യമായ പൊട്ടിത്തെറിയിലേക്കോ മുന്നണിയെ ബാധിക്കുന്ന തരത്തിലേക്കോ പോകില്ലെന്ന് ഉറപ്പാണ്. ശരി അരുൺ, സ്വാഭാവികമായും JDS പ്രതീക്ഷിച്ചിരുന്ന സീറ്റാണ്. പക്ഷെ സീറ്റ് ഇല്ല എന്നറിഞ്ഞപ്പോൾ ചെറിയതായെങ്കിലും ജനതാദൾ എസിൽ പൊട്ടിത്തെറി ഉണ്ടായിരിക്കുന്നു. VV അരുണാണ് വിശദാംശങ്ങൾ നൽകിയത്.